നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SEC കേസ് ഫയൽ എക്സ്പ്ലനേഷൻ പാർട്ട് 1ന്റെ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പാർട്ടിൽ സൂചിപ്പിച്ച പ്രകാരം ഓൺ പാസീവ് ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പ് നടത്തിയതിന്റെ രൂപം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇത് SECയുടെ കേസിന്റെ കുറ്റപത്രത്തിലെ 4ാമത്തെ പേജ് മുതലാണ്. ഇതിൽ പറയുന്നത് ഓൺ പാസീവിനെതിരെ SEC കണ്ടെത്തിയ നിയമവിരുദ്ധമായ മറ്റൊരു ആരോപണത്തെക്കുറിച്ചായിരുന്നു. അതെന്തായിരുന്നു എന്ന് നോക്കാം. ആഷ് മുഫാരെ ഫൗണ്ടേഴ്സിനോട് പറഞ്ഞത്, ഫൗണ്ടേഴ്സ്ഷിപ്പ് ക്ലോസ് ചെയ്താൽ പിന്നെ വരുമാനം കിട്ടാൻ നിങ്ങൾ ആളുകളെ കണ്ടെത്തേണ്ടതില്ല, ജോലി ചെയ്യേണ്ടതില്ല, കമ്പനി തന്നെ പരസ്യം ചെയ്യും, ആളുകളെ കൊണ്ടുവരും, നിങ്ങൾക്ക് പണമെത്തും, ഒരു ഫൗണ്ടർക്ക് ഒരു ഐഡി തന്നെ ധാരാളം, അതവന്റെ തലമുറകളോളം കഴിയാനുള്ള അത്രയും സമ്പത്ത് ഒരു ഐഡിയിൽ നിന്നും തന്നെ ലഭിക്കും എന്നൊക്കെയുള്ള ഉറപ്പായ വാഗ്ദാനങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരേയൊരു മറുപടി, ഇതെല്ലാം ആഷ് മുഫാരെ ഹ്യൂമാനിറ്റിയുടെ പേരിൽ ഫൗണ്ടേഴ്സിന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന നിഷ്കളങ്കമായ മറുപടിയായിരിക്കും. ഈ ഹ്യൂമാനിറ്റിയുടെ പിന്നിലുള്ള വഞ്ചന എന്താണെന്ന് തീർച്ചയായും അടുത്ത പാർട്ടിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ആഷ് മുഫാരയുടെ ഈ വാഗ്ദാനങ്ങൾ SECയുടെ നിയമപ്രകാരം ഒരു പ്രധാന വഞ്ചനയായിരുന്നു. അതെങ്ങനെയെന്ന് വിശദീകരിക്കാം. സാധാരണ ഈ ലോകത്ത് ഏതൊരു രാജ്യത്തും SEC അല്ലെങ്കിൽ സെബി പോലുള്ള ഫിനാൻഷ്യൽ റെഗുലേറ്ററി അതോറിറ്റികളുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു സ്ഥാപനത്തിൽ നിന്നും യഥാർത്ഥ വരുമാനമുണ്ടാക്കാൻ നിയമപരമായി 3 വഴികളാണുള്ളത്. എന്താണവ? 1. നമ്മൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യണം. 2. നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു യഥാർത്ഥ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം വിൽക്കണം. 3. നമ്മൾ എല്ലാ രീതിയിലും നിയമപരമായി രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ നിക്ഷേപത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ഓൺ പാസീവിൽ നിന്നും ഫൗണ്ടേഴ്സിന് വരുമാനം കിട്ടും എന്ന് ആഷ് മുഫാരെ പറഞ്ഞത് നമ്മൾ മുകളിൽ പറഞ്ഞ തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞതുപോലെ വരുമാനം കൊടുക്കണമെങ്കിൽ ഓൺ പാസീവിന് എവിടെ നിന്നാണ് ഇത്രയും പണം വരുന്നത് എന്നത് SECയുടെ ഒരു ചോദ്യമായിരുന്നു. ഈ ചോദ്യം SECക്ക് വരാൻ കാരണമെന്തായിരുന്നു? ഉത്തരം, നിലവിൽ ഒരു പ്രോഡക്റ്റും ലോഞ്ച് ചെയ്യാതിരുന്ന ഈ കമ്പനി, അതും SECയിൽ രജിസ്റ്റർ ചെയ്യാതെ നിയമവിരുദ്ധമായി എങ്ങനെ ഭാവിയിൽ പ്രോഡക്റ്റുകൾ പബ്ലിക്കിൽ ലോഞ്ച് ചെയ്ത് അതിൽ നിന്നും ഫൗണ്ടേഴ്സിന് വരുമാനം കൊടുക്കും എന്നതായിരുന്നു. മാത്രമല്ല, അവർക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് കാണിച്ചിരുന്ന മെയിൽ, നെറ്റ്, ട്രിം, ട്രാക്കർ എല്ലാം വെറും ഡെമോ പതിപ്പുകൾ മാത്രമായിരുന്നു. പിന്നെ സൂം, ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീം തുടങ്ങിയ വമ്പന്മാരെക്കാൾ കരുത്തുള്ള വീഡിയോ കോൺഫറൻസ് ടൂളാണെന്ന് വീമ്പളക്കി വന്ന ഇവരുടെ കണക്റ്റിന് പോലും അവരുടെ ഒന്നും ഒരകലത്തുപോലും എത്തുവാനുള്ള യാതൊരു ക്വാളിറ്റിയും ഗുണനിലവാരവും ഇല്ലായിരുന്നു. പലപ്പോഴും ഫൗണ്ടേഴ്സിന് വേണ്ടി നടത്തിയ ട്രയലുകളിൽ പോലും ഈ ആപ്പ് ഹാങ് ആകുകയും ക്രാഷ് ആകുകയും ചെയ്തിരുന്നു. ഇവിടെ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇവർ ബുർജ് ഖലീഫയിൽ പരസ്യം കൊടുക്കാൻ കാണിച്ച ആവേശം ഏതെങ്കിലും ഒരു ആപ്പ് മര്യാദയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു ഈ നേരത്ത്. എന്തായാലും ഇങ്ങനത്തെ ഇവരുടെ ഈ പ്രോഡക്റ്റുകൾ എങ്ങനെ ലോകം മാറ്റിമറിക്കും എന്നത് SECയുടെ ഒരു ചോദ്യമായിരുന്നു. ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിരുന്ന ഭൂരിഭാഗം ഫൗണ്ടേഴ്സിൻ്റെയും അഭിപ്രായവും ഇത് തന്നെയായിരുന്നു. അവ ബീറ്റ വേർഷൻ ആയിരുന്നു എന്ന പലരുടെയും വാദങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ, അതിലോട്ട് ആവശ്യമെങ്കിൽ പിന്നീട് വരാം. ചുരുക്കി പറഞ്ഞാൽ, ഇവർക്ക് ഗുണമേന്മയുള്ള നല്ലൊരു പ്രോഡക്റ്റ് പോലും ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നില്ല. ഫൗണ്ടേഴ്സ് മാത്രമായിരുന്നു അവരുടെ ഡെമോ ആപ്പുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ പിന്നെ പുതിയ പണം വരുന്നത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ അവതരിപ്പിച്ചതുപോലെ ഫൗണ്ടേഴ്സ് മാത്രം കണക്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയാണെന്നും ഇതൊരു പിരമിഡ് തട്ടിപ്പാകാൻ പോകുന്നുവെന്നും SEC കോടതിയിൽ തെളിയിക്കുകയുമാണുണ്ടായത്. ഓൺ പാസീവിൽ പിരമിഡ് പദ്ധതി എങ്ങനെയായിരുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. ഇനി നമുക്ക് ഭാഗം 3ൽ ഫൗണ്ടേഴ്സ് മുടക്കിയ മെമ്പർഷിപ്പ് തുകയായ $97 നമ്മൾ തന്നെ അറിയാതെ എങ്ങനെയാണ് ഒരു ഇല്ലീഗൽ ഇൻവെസ്റ്റ്മെന്റായി ആഷ് മുഫാരെ കൈക്കലാക്കിയത് എന്നത് വിശദീകരിക്കുവാനുണ്ട്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.